ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു നല്ല നിമിഷം കൂടെ ദൈവം നമുക്കായിട്ട് ഒരുക്കിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സുവിശേഷ സത്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സഭ ഇങ്ങനെ കേട്ട് നാം അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് ആധുനിക സഭയെക്കുറിച്ചാണ്. എന്താണ് ആധുനിക സഭ? എന്താണ് ദൈവത്തിൻ്റെ സഭ? നാം ഇതുവരെയും അതിനെക്കുറിച്ച് കേട്ടു. ഒരുപാട് തവണ ദൈവത്തിൻ്റെ സ്വന്തം സഭ എന്നിങ്ങനെ ഞാൻ ആവർത്തിച്ചു. നമ്മളെല്ലാം അത് കേട്ടു. ഒരു ആവർത്തന വിരസത നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആധുനിക സഭയെ സംബന്ധിച്ച. ഇതുവരെ നാം ദൈവം നടത്തിയ വിധങ്ങൾ, സഭയെ ദൈവം പരിപാലിച്ചത്, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ സഭ എങ്ങനെ ആയിരിക്കണം, ദൈവം എന്താണ് ഈ ലോകത്തിലെ സഭയിൽ കൂടെ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിലെ ദൈവനാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സഭകൾ എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം ഈ 3 ഭാഗങ്ങളിലൂടെ നാം ചിന്തിച്ചു കഴിഞ്ഞു, നാം കേട്ട് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ആധുനിക സഭ നൂറ്റാണ്ടുകൾ ഇപ്പോൾ പിന്നിട്ടു. കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് ലോകത്ത് നടന്നു. ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങളിലൊക്കെയും അഭൂതപൂർവമായ നേട്ടം മനുഷ്യൻ കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വിശ്വാസ ജീവിതത്തെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചുകൊണ്ട് അതിന് ഉപോത്ബലകമായ തെളിവുകൾ അന്വേഷിക്കുകയാണ് മനുഷ്യൻ. ഇങ്ങനെ സ്വന്തം യുക്തിക്കുമനുസരിച്ച് തെളിവുകൾ അന്വേഷിച്ച് അവൻ്റെ പ്രയാണം തുടരുമ്പോൾ കാലാന്ത്യം എത്തുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുന്നു? അവൻ്റെ ജീവിതം അവസാനിക്കുന്നു. എന്നാൽ തൻ്റെ ഊഹങ്ങളും തൻ്റെ കാഴ്ചപ്പാടുകളും തൻ്റെ അന്വേഷണങ്ങളും എങ്ങും എത്താതെ ദൈവസഭയിൽ നിന്നും മനുഷ്യൻ അന്യനായിത്തീരുന്ന ദുരന്തപൂർണമായ കാഴ്ചയാണ് നാം കാണുന്നത്. ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ അനേക നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും നാം കണ്ടെങ്കിൽ ആധുനിക സഭ അമ്പേ പരാജയപ്പെട്ടുപോയി. ദൈവിക സാന്നിധ്യമില്ലാത്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പില്ലാത്ത, ദൈവത്തിൻ്റെ സ്നേഹമോ കരുതലോ സഹതാപമോ ആർദ്രതയോ ഒന്നുമില്ലാതെ കൈമോശം വന്ന ഒരു സഭയുടെ ദുരന്തപൂർണമായ കാഴ്ചയാണ് ഈ നൂറ്റാണ്ട് നമുക്ക് സമ്മാനിക്കുന്നത്. ദൈവസ്നേഹം പടിയിറങ്ങിപ്പോയ സഭാവിശ്വാസങ്ങൾ, ആദർശങ്ങൾ ചവറ്റുകുട്ടയിൽ എറിയപ്പെടുന്ന ശാപഗ്രസ്തമായ സാമൂഹിക വ്യവസ്ഥ, ഇതൊക്കെയാണ് ഇന്ന് ആധുനിക സഭയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. വെള്ളതേച്ച ശവക്കല്ലറകളോട് ഈ നൂറ്റാണ്ടിലെ സുവിശേഷകരെ സാഹിത്യകാരന്മാർ സാദൃശ്യപ്പെടുത്തിയപ്പോൾ അത് തികച്ചും ഈ കാലഘട്ടത്തിന് അന്വർത്ഥമാണ്. വെള്ളപൂശി സഭയുടെ വക്താക്കളെന്ന് പറഞ്ഞ് അനേകർ ലോകത്തിൻ്റെ മുഖ്യധാരകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അഴുക്കുചാലുകളേക്കാൾ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് വിശ്വാസ ജീവിതത്തിൽ നിന്നും പുറത്തു വരുന്ന അനുഭവങ്ങൾ. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ആധുനിക സഭയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനും അപ്പോസ്തലനായ പൗലോസിൻ്റെ ചില എഴുത്തുകളെയും ചില ലേഖനങ്ങളെയും നമ്മൾ ആധാരമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഏറെ കഷ്ടപ്പെട്ട് പ്രയാസത്തിൽ കൂടെയും ത്യാഗത്തിൽ കൂടെയും സ്ഥാപിച്ചെടുത്തതാണ് കൊരിന്തിലെ സഭ. ക്രിസ്തീയ വിശ്വാസത്തിൽ തിരുവചനം പഠിക്കുന്ന അനേകർക്കും സുപരിചിതമാണ് കൊരിന്തിലെ സഭ. ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതിയിരുന്ന ദൈവത്തിൻ്റെ സഭ. അപ്പോസ്തലനായ പൗലോസ് ധാരാളം സമയങ്ങൾ അവിടെ ചിലവഴിച്ചും അനേക ത്യാഗങ്ങൾ സഹിച്ചുമാണ് അവിടുത്തെ സഭ വളർത്തിയെടുത്തത്. കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഈ സഭകളിൽ വന്നുപോയ പരാജയം നാം അക്കമിട്ട് പരിശോധിച്ചാൽ തീർച്ചയായും ആ പരാജയങ്ങൾ എത്തി നിൽക്കുന്നത് ആധുനിക സഭയുടെ വൻ വീഴ്ചകളിലേക്കാണ്.
ഇങ്ങനെ വൻ വീഴ്ചകളിലേക്ക് കഴിഞ്ഞ കാലത്തെ സഭ വിരൽ ചൂണ്ടുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ചിലർ ചിന്തിച്ചേക്കാം, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, കൊരിന്ത്യ സഭയ്ക്ക് നേരിട്ട പ്രശ്നങ്ങളല്ലേ, അതിപ്പോൾ എങ്ങനെ എന്നെ ബാധിക്കും? ഇതൊന്നും എന്നെ ബാധിക്കില്ല, ഞാൻ പെർഫെക്റ്റാണ് എന്ന് ചിന്തിക്കുന്നു അനേകരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വിരൽ ചൂണ്ടുന്നത് അന്ന് നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയും ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള വിലപ്പെട്ട പാഠങ്ങളാണ്. ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാതെ ഒരു സത്യവിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ആധുനിക സഭ അത് പരാജയമാണോ ജയമാണോ നിങ്ങൾ തീരുമാനിക്കുക. നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നു, ആധുനിക സഭ അമ്പെ പരാജയത്തിലാണ്. ദൈവിക സഭയിൽ ദൈവം ചെയ്യുവാൻ ഏൽപ്പിച്ച ദൈവിക മൂല്യങ്ങളും മാനുഷിക മൂല്യങ്ങളും ചവിട്ടി മെതിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആധുനിക സഭയിൽ ദൈവികത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് പരിശോധിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ സ്ഥാപിച്ച സഭയെ സംബന്ധിച്ച് പിന്നീട് ലേഖനങ്ങൾ എഴുതുമ്പോൾ അവിടെ നടക്കുന്ന സുപ്രധാനമായ പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അതിനു പകരം സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? കൊരിന്ത്യ സഭയിൽ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അത് കേട്ട് മാനസാന്തരപ്പെട്ട് കടന്നു വന്ന അനേകം വിശ്വാസികളുടെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. എല്ലാറ്റിനും പരിഹാരം എൻ്റെ ദൈവമത്രേ, യേശുവിൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ എൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം എൻ്റെ യേശുവിങ്കിൽ നിന്ന് വരും എന്ന് വിശ്വസിച്ചിരുന്നു. കാലം മാറി, കഥയും മാറി, സഭ അതിൻ്റെ ചരിത്രത്തിൽ മുമ്പോട്ടുള്ള യാത്ര തുടർന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ കൊരിന്തിലെ സഭയ്ക്കും മാറ്റം വന്നു. കൊരിന്ത്യ സഭയും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു. കൊരിന്ത്യ സഭ ദുർനടപ്പിൻ്റെയും അവിശ്വാസത്തിൻ്റെയും കൂത്തരങ്ങിലേക്ക് വീണുപോയ ദയനീയമായ കാഴ്ചയാണ് പൗലോസിന് കാണാൻ കഴിയുന്നത്. ഈ കാഴ്ചയുടെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ടാണ് പൗലോസ് ഈ വാക്ക് എഴുതുന്നത്: അതിന് പകരം സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. സ്വന്തം സഹോദരന് എതിരെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വച്ച് പ്രാർത്ഥിക്കുവാനോ ദൈവത്തോട് അതിന് പരിഹാരം അന്വേഷിക്കുവാനോ മനസ്സില്ലാതെ സ്വന്തം സഹോദരനെതിരെ വ്യവഹാരത്തിന് മാനുഷിക നീതിന്യായ കോടതികളിലേക്ക് അവർ പോവുകയാണ്. ദൈവത്തിന് സമയം കൊടുക്കുന്നില്ല. ദൈവത്തിന് തൻ്റെ പ്രശ്നം പരിഹരിപ്പാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതുമില്ല. തൻ്റെ സ്വന്തം രക്തബന്ധത്തിലുള്ള സഹോദരനെതിരെ പരാതിയുമായി ഈ ലോകത്തിലെ കോടതികളിലേക്കും വ്യവഹാര സ്ഥാപനങ്ങളിലേക്കും കൊരിന്ത്യ സഭകളിലെ ആളുകൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ആധുനിക സഭയുടെ പ്രതീകമല്ലേ അത്? യേശുക്രിസ്തുവിനെയോ ദൈവത്തെയോ സമീപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിഷയങ്ങൾ ഇറക്കി വെച്ച് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. ആ സഭയ്ക്ക് നേരിട്ട ദയനീയമായ പരാജയമല്ലേ ഇന്നും ആധുനിക സഭയ്ക്ക് നേരിട്ടിരിക്കുന്നത്? സഭകൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന ഉച്ചസ്ഥൈര്യം ദേശമെല്ലായിടവും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ പലപ്പോഴും സ്വന്തം സഹോദരനോട് പിഴവ് പറ്റിയെങ്കിൽ അത് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ എൻ്റെ സഹോദര എനിക്ക് പിഴവ് പറ്റിപ്പോയി എന്ന് പറയുവാൻ സ്വന്തം സഹോദരനോട് മാപ്പ് പറയുവാനോ സാധിക്കാത്ത വിധത്തിൽ അവൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോയി. ഇതെവിടെയാണ് വിരൽ ചൂണ്ടുന്നത്? സഭയുടെ ആദർശം നഷ്ടപ്പെട്ടിരിക്കുന്നു. സഭയ്ക്കൊരു ആദർശമുണ്ടോ? നാം ചിന്തിക്കുക, ലോകത്തിൽ ഇതുവരെ വളർന്നിട്ടുള്ള ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഏതൊരു സഭയുടെയും സംഘടനയുടെയും വളർച്ചയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ആ സംഘടനയിലെ ആ സഭയിലെ വിശ്വാസികളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ആദർശധീരമായ വിശ്വാസവും ജീവിതവും പ്രവർത്തനവുമാണ്. ആദർശം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ സംഘടനയില്ല. ആദർശമില്ലെങ്കിൽ പിന്നെ സഭയുടെ വളർച്ച മുരടിച്ചു പോകും. ലോകത്തെ അറിയപ്പെടുന്ന അനേക സംഘടനകളും തഴച്ചു വളർന്നത് ആദർശധീരന്മാരായ അതിലെ പ്രവർത്തകർ മുഖാന്തരമാണ്. ഇങ്ങനെ നാം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ആദർശം എന്തായിരുന്നു?
പൗലോസിൻ്റെ സാക്ഷ്യം തന്നെ അതിനടിസ്ഥാനമായിട്ട് നമുക്ക് എടുക്കാം. പൗലോസ് പറഞ്ഞു, പട്ടിണി, കൊടുംപട്ടിണി, കപ്പലിലുള്ള ആപത്ത്, കടലിലുള്ള ആപത്ത്, ഭരണാധികാരികൾ മുഖേന അനുഭവിച്ച തടവ് ജീവിതം, ഏകാന്തവാസം, കഠിനമായ കാരാഗ്രഹവാസം, പട്ടിണി, ഉറക്കിളപ്പ്, ഇതൊക്കെയായിരുന്നു സുവിശേഷ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ചതിന് ശേഷം എനിക്ക് നേടിത്തന്നത്. എന്നാൽ ഡമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ആദർശപരമായ ഒരു മാറ്റം കൈവന്നു. പട്ടിണിയോ പരിഹാസമോ ജയിലറയോ ഈർച്ചവാളോ ഒന്നും പൗലോസിൻ്റെ വിശ്വാസ ജീവിതത്തിന് തടസ്സം നിന്നില്ല. പൗലോസ് സ്ഥാപിച്ച കൊരിന്ത്യ സഭയും ആദർശ ധീരതയോടുകൂടെ ആദ്യ നാളുകളിൽ പ്രവർത്തിച്ചപ്പോൾ, കാലം മാറിയപ്പോൾ വിശ്വാസത്തിന് വ്യത്യാസം വന്നു. സാഹചര്യങ്ങൾ മാറിയപ്പോൾ ആദർശം നഷ്ടപ്പെട്ടുപോയി. ആധുനിക സഭ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം, അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ആധുനിക സഭ ഒരു പരാജയമാണെന്ന് പറയുന്നത്. കാരണം ആദർശം നഷ്ടപ്പെട്ടുപോയി. സ്വന്തം സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയ്ക്ക് മനസ്സില്ല. സ്വന്തം സഹോദരനോട് ക്ഷമിക്കുവാൻ, സ്വന്തം സഹോദരൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു വിടുതൽ നേടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അവൻ മറന്നുപോയി. പകരം പോകുന്നു നീതിന്യായ കോടതികളിൽ, മാനുഷിക വ്യവഹാര സ്ഥാപനങ്ങളിലേക്ക് അവൻ പോകുന്നു. പരാജയമല്ലേ ആധുനിക സഭയ്ക്ക് നേരിട്ടിരിക്കുന്നത്? ഈ വിഷയങ്ങൾ നാം പരിശോധിച്ച് കഴിയുമ്പോൾ നാം ഒരു നടുക്കത്തിലേക്കാകും എത്തിച്ചേരുക. നമുക്ക് അടുത്ത ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം തന്നെ, അതിൻ്റെ 10-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കാളികളാകുവാനും സാധിക്കുകയില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയിലെ ദയനീയമായ ഒരു പരാജയത്തെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മേശമേലും ഭൂതങ്ങളുടെ മേശമേലും ഒരുമിച്ച് ഭക്ഷണം കഴിപ്പാൻ സാധിക്കുകയില്ലെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഇരുട്ടിലും വെളിച്ചത്തിലുമായിരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. പഴയത് പുതിയതിനോട് കൂട്ടി തുന്നിച്ചേർക്കുവാൻ സാധിക്കുകയില്ല. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല. തുരുത്തി തകർന്നു പോകും, വീഞ്ഞൊഴുകിപ്പോകും, അധ്വാനം വൃഥാവായിട്ട് മാറും. പക്ഷേ ആധുനിക സഭ ഇത് രണ്ടും ഒരുപോലെ ചെയ്യുന്നു. ഒരേ സമയം തന്നെ ദൈവത്തിൻ്റെ പാനപാത്രത്തിൽ നിന്നും പങ്കുപറ്റുന്നു, അതേ സമയം തന്നെ ഭൂതങ്ങളുടെ മേശമേലും തങ്ങളുടെ ഓഹരി സമ്പാദിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന് പറയുകയും, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായി ഞാൻ നാസീരായിരിക്കുന്നു. എന്താണ് നാസീറിൻ്റെ അർത്ഥം? ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവൻ, വ്രതസ്ഥൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുക ചെയ്യുകയും, എന്നാൽ അതേ സമയം തന്നെ ജീവിതത്തിൻ്റെ ചില പിന്നാമ്പുറങ്ങളിൽ ചില നിക്ഷേപങ്ങൾ, ചില കരുതൽ, ചില ഓഹരികളൊക്കെ പ്രാപിച്ചിരിക്കുകയാണ്. എവിടെ നിന്നാ രക്ഷ വരികയെന്ന് അറിയില്ലല്ലോ. ഇതാണ് പലപ്പോഴും കൊടുക്കുന്ന ന്യായീകരണം. എന്തിനും ഏതിനും ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നവരാണ് നാം എല്ലാവരും. ദൈവത്തിൻ്റെ സഭയിൽ ഉച്ചത്തോടെ പ്രസംഗിക്കുകയും ആദർശ ധീരതയോടുകൂടെ പെരുമാറുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ സഭയിൽ പുൽപ്പറ്റിന് പിറകിൽ വരുമ്പോൾ ആദർശ ധീരതയോടുകൂടെ പ്രസംഗിക്കും. ദൈവത്തിൻ്റെ വചനം ആധികാരികമായിട്ടെടുക്കും, കഥകൾ പറയും, കവിതകൾ ചൊല്ലും, ആളുകളെ വശീകരിക്കും, ആളുകളുടെ മനസ്സിനെ കോൾമയിൽ കൊള്ളിക്കുമാറ് പ്രസംഗിക്കും. എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ പാസ്റ്റർ വീടിനുള്ളിൽ വന്നാൽ, വൈകുന്നേരമായാൽ പിന്നീട് ചെയ്യുക തൻ്റെ ഭാര്യയെ തല്ലുകയും ഭവനത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രസംഗവും ആദർശവും അങ്ങ് പള്ളിയിൽ പുൽപ്പറ്റിൻ്റെ പിറകിൽ മാത്രം, വിശ്വാസവും പ്രസംഗവും ജാതികളുടെ മുമ്പിൽ, ഭവനത്തിൽ ഒരു വിദ്വേഷി, ഒരു പ്രതികാരദാഹി, കുടുംബത്തോട് ദയയും സ്നേഹവും ഇല്ലാത്തവൻ നഷ്ടപ്പെട്ടു പോകും. ഇത് കണ്ട് സഹിച്ചു മടുത്ത ഒരു അയൽപക്കക്കാരൻ ഒരിക്കൽ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ സുവിശേഷക, നിങ്ങൾ വലിയ പ്രസംഗകനാണല്ലോ, നിങ്ങൾ വലിയ പാസ്റ്ററാണല്ലോ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീടിനുള്ളിൽ വരുമ്പോൾ ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ മാലാഖയെ പോലെ പ്രസംഗിക്കുന്ന ആളല്ലേ പള്ളിയിൽ?
അപ്പോൾ അതിന് ന്യായീകരണം ഈ പാപം സുവിശേഷകൻ കൊടുക്കുക, സഹോദര, സന്ധ്യയെങ്കിലോ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷമുണ്ടാകും എന്ന് എഴുതിയിട്ടില്ലയോ? ശ്രദ്ധിക്കൂ, ഈ വാക്യത്തിൻ്റെ പൊരുത്തക്കേടല്ല, ഈ വാക്യവും ഇദ്ദേഹവും തമ്മിലുള്ള പൊരുത്തക്കേടൊന്ന് ശ്രദ്ധിക്കൂ. പലതും നമ്മൾ സ്വയം ചെയ്തിട്ട് കാരണങ്ങൾ നാം തന്നെ മെനഞ്ഞെടുക്കുകയാണ്, ന്യായീകരണങ്ങൾ നാം തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ആധുനിക സഭ അമ്പെ പരാജയത്തിലല്ലേ? വിശ്വാസവും പ്രത്യാശയും പ്രസംഗിക്കുമ്പോൾ മാത്രമല്ലേ ആദർശധീരത നഷ്ടപ്പെട്ടു പോയില്ലേ? നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലൻ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മോഷ്ടിക്കുന്നവൻ ഇനിയും മോഷ്ടിക്കരുത്, പിന്നെയോ ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് നൽകുവാനുണ്ടാകേണ്ടതിന് അധ്വാനിക്കുകയും സ്വന്തം കൈകൊണ്ട് നന്മ പ്രവർത്തിക്കുകയും വേണം. മോഷ്ടിക്കുന്നവൻ ഇനിയും മോഷ്ടിക്കരുത്. എന്തുകൊണ്ടാണ് എഫെസ്യ സഭയിലേക്ക് അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനൊരു ദൂത് കൊടുത്തത്? അവിടെ മോഷ്ടിക്കുന്ന അനുഭവത്തിലുണ്ടായിരുന്നവർ മാനസാന്തരപ്പെട്ട് കടന്നു വന്നേക്കാം. മുമ്പ് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളിലായിരുന്നവർ പ്രശ്നം പരിഹരിക്കപ്പെട്ട് സഭയിൽ വന്നേക്കാം. പക്ഷേ അവിടെ എപ്പോഴയോ തൻ്റെ പഴയ സ്വഭാവം ആളുകൾ എടുത്തിട്ടുണ്ടാകാം. പഴയ രീതികൾക്ക് മാറ്റം വരുത്താതെ ഇന്നും അതിനെ താലോലിക്കുന്നുണ്ടാകാം. ഈ വാക്യത്തിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? താൻ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച് ദൈവസഭയിലേക്ക് കടന്നു വന്ന സമയത്ത് ആദർശധീരതയോടുകൂടെ നിന്ന സമയം മറന്നുപോയി. തനിനി മുഴു സമയവും ക്രിസ്ത്യാനിയായിരിക്കും, ദൈവസഭയുടെ അംഗമായി എൻ്റെ ആയുസ്സിൻ്റെ അവസാനം വരെയും പ്രവർത്തിക്കുമെന്ന് തീരുമാനമെടുത്ത ധാരാളം പേർ ഒരുപക്ഷെ ആ സഭയിലുണ്ടായിരിക്കാം. ആ സമയത്ത് നിന്ന് വ്യതിചലിച്ചിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്ത് കാണും? പിന്നീട് തൻ്റെ പഴയ സ്വഭാവങ്ങളിലേക്ക് കടന്നു പോയെന്നിരിക്കാം. ഇത് മനസ്സിലാക്കിയിട്ടാകണം പൗലോസ് പറയുന്നത്, മോഷ്ടിക്കുന്നവൻ ഇനിയും മോഷ്ടിക്കരുത്, പിന്നെയോ ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് നൽകുവാനുണ്ടാകേണ്ടതിന് അധ്വാനിക്കുകയും സ്വന്തം കൈകൊണ്ട് നന്മ പ്രവർത്തിക്കുകയും വേണമെന്നർത്ഥം. അധ്വാനശീലം മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അനേകരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവരെ ആശ്രയിച്ചും മറ്റുള്ളവരെ പീഡിപ്പിച്ചും മറ്റുള്ളവരുടെ നിരാശയൊന്നും കണക്കിടാതെ സ്വന്തം ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇങ്ങനെയുള്ള അനേകം പ്രിയപ്പെട്ടവരും സഭയിൽ അന്ന് ഉണ്ടായിരുന്നു. അവർക്കുള്ള ശക്തമായ താക്കീതാണ് പൗലോസ് ഈ ലേഖനത്തിൽ കൂടെ നൽകുന്നത്. എന്തുകൊണ്ട് ഈ താക്കീത് ആധുനിക സഭയ്ക്ക് നേരെയല്ല എന്ന് പറയാൻ സാധിക്കുമോ? ആധുനിക സഭ ഇന്ന് ഇതേ അർത്ഥത്തിൽ, ഇതേ അളവിൽ, ഒരുപക്ഷെ ഇതേ അളവെന്ന് പറയാൻ കഴിയില്ല, ഇതിനപ്പുറമായ ഒരളവിൽ ആധുനിക സഭ പരാജയപ്പെട്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അളവിലും ആദർശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്ത് പ്രയാസം വന്നിട്ടും, കപ്പലാലുള്ള അപകടം വന്നിട്ടും, കടലിലെ ആപത്ത് നേരിട്ടിട്ടും പൗലോസ് തൻ്റെ ജീവിതത്തിൽ ആദർശ നിഷ്ഠത ഉള്ളവനായിരുന്നു. തൻ്റെ ആദർശനിഷ്ഠ പൗലോസിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ സഹിക്കുവാൻ അവനെ പ്രാപ്തനാക്കി. തൻ്റെ ആദർശധീരതയോടുകൂടെയുള്ള യാത്ര. ഇവിടെ ആധുനിക സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ പരാജയം എന്താണെന്ന് അറിയണ്ടേ? ആദർശബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കഷ്ടത സഹിക്കുവാൻ സാധിക്കുന്നില്ല. മോഷ്ടിച്ചിരുന്ന പഴയ സ്വഭാവം, മോഷണശീലങ്ങൾ, ജീവിതത്തിലുണ്ടായിരുന്ന ജാതീയ സ്വഭാവങ്ങൾ വീണ്ടും സഭയിൽ കടന്നുകൂടിയിരിക്കുന്നു. അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം ശ്രദ്ധിച്ചു നോക്കൂ. അന്ന് കാലത്ത് കൊരിന്തിയിലെയും എഫെസ്യയിലും ഉള്ളതാകുന്ന സഭകൾക്ക് നേരിട്ടതാകുന്ന പരാജയം ഇന്നും ആധുനിക സഭ അഭിമുഖീകരിക്കുന്നില്ലേ? പൗലോസ് അന്ന് ഉന്നയിച്ച വാക്ശരങ്ങൾ ഇന്ന് ആധുനിക സഭയ്ക്ക് നേരെ നീങ്ങുന്നില്ലേ? ആധുനിക സഭയ്ക്ക് നേരെയല്ലേ അപ്പോസ്തലൻ്റെ വിരലുകൾ ചൂണ്ടപ്പെടുന്നത്? സ്വന്തം സഹോദരനെതിരെ ഈ ലോകത്തിലെ നീതിന്യായ കോടതികളിലേക്ക് വ്യവഹാരത്തിന് പോകുന്ന ഒരു കൂട്ടം ദൈവത്തിൻ്റെ സഭാംഗങ്ങൾ, അതുപോലെ തന്നെ തൻ്റെ വിശ്വാസ ജീവിതത്തിൽ
താൻ മുമ്പ് ആയിരുന്ന പാപാവസ്ഥകളിൽ നിന്നും പരിഹാരം നേടാതെ വീണ്ടും അതേ അവസ്ഥയിലായിരിക്കുന്ന അനുഭവം. ഒരേ സമയത്ത് യേശുവിനെ പ്രസംഗിക്കുകയും മറുവശത്ത് ഇന്നും പിശാചിനെ സേവിക്കുകയും ചെയ്യുന്ന അനുഭവം. ഇതല്ലേ ആധുനിക സഭയുടെ മുഖമുദ്ര. മറ്റൊരു സാക്ഷ്യം എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റൊരു അനുഭവത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുക, ഇത് ആധുനിക സഭയിലെ പ്രശ്നത്തിൻ്റെ ഒന്നാമത്തെ കാരണം മാത്രമാണ്. ഈ കാരണങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഈ ആധുനിക യുഗത്തിൽ സഭകൾ കെട്ടിപ്പടുക്കുവാൻ, സഭാ പള്ളിക്കെട്ടിടങ്ങൾ പണിയുവാൻ, ശ്രദ്ധിക്കുക, പള്ളിക്കെട്ടിടം പണിയുന്നതിനോട് ഒരിക്കലും ഞാനോ എൻ്റെ സഭയോ എതിരല്ല. പക്ഷേ എന്നാൽ അതിനപ്പുറമായ ഒരു പ്രത്യാശയും ജീവിത ശൈലിയും നമുക്കുണ്ടാകണമെന്ന് ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ തിരുവചന സത്യങ്ങൾ നാം പങ്കുവയ്ക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തത്. ദൈവത്തിൻ്റെ സഭ, ഭൂമിയിലെ ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ എങ്ങനെയാണ് എന്ന് നാം കഴിഞ്ഞ തവണ മനസ്സിലാക്കി. ഇപ്പോൾ നാം ചിന്തിച്ച് തുടങ്ങുന്നത് ആധുനിക സഭയുടെ പ്രത്യേകത എന്താണെന്ന്. ഒന്നാമത്തെ കാരണം നാം ചിന്തിച്ചു കഴിഞ്ഞു. ആധുനിക സഭ ആദർശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. തെരുവുകളിൽ ദൈവത്തിന് വേണ്ടി മത്സരം നടത്തുകയും ധർണ നടത്തുകയും ചെയ്യുന്ന അനുഭവത്തിലല്ലേ ആധുനിക ദൈവത്തിൻ്റെ സഭയുടെ മുൻപോട്ടുള്ള പോക്ക്? പരസ്പരം മല്ലുപിടിക്കുകയും തെരുവുകളിൽ പരസ്പരം ആയുധമോങ്ങുകയും ചെയ്തിട്ട് ഞാൻ പത്രോസിൻ്റെ പിന്തുടർച്ചക്കാരനെന്നും പൗലോസിൻ്റെ പിന്തുടർച്ചക്കാരനെന്നും നാം അവകാശപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യമെന്താണ്? എൻ്റെ നിലനിൽപ്പ് ഏത് സഭയിലാണ്? ദൈവത്തിൻ്റെ സഭയിലോ? ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലാണോ എൻ്റെ വിശ്വാസ ജീവിതം ഞാൻ നടത്തുന്നത്? ദൈവസഭയിൽ ദൈവം വിഭാവന ചെയ്ത ആദർശശുദ്ധിയിലാണോ എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര? നമുക്ക് പരിശോധിക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. അടുത്തുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അതിനു മുമ്പ് ഈ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, സകലത്തെയും ഉളവാക്കിയവൻ അങ്ങാണല്ലോ. ഇപ്പോൾ നാഥ, ഈ ആധുനിക യുഗത്തിൽ ഞങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ വിശ്വാസം വളർത്തിയിരിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണെന്ന് പരിശോധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഓരോ നിമിഷവും എൻ്റെ ദൈവത്തിൻ്റെ സഭയിൽ അംഗമാകുന്നതിന് നിലനിൽക്കുന്ന എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഏതെന്ന് തിരിച്ചറിയുവാൻ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നടത്തണമേ. മാനവും മഹത്വമെല്ലാം അങ്ങ് തന്നെ എടുക്കണമേ. എല്ലാം ഞങ്ങൾക്കായി ജീവൻ നൽകി തന്ന യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ വലിയവനായ ദൈവമേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.